സുഹൃത്തുക്കളെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു അടിസ്ഥാനപരമായ ഒരു ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങനെയൊന്നും അല്ല. ഞാൻ നിങ്ങളുടെ ഒരാളാണ്, സാധാരണക്കാരനായ മനുഷ്യനാണ്. കൃഷി, പിന്നെ ഗൾഫിലെ ജോലി, അല്ലാതെ നാട്ടിൽ ചെയ്തിട്ടില്ലാത്ത ജോലികളില്ല എന്ന് തന്നെ പറയാം. വളരെ യാദൃശ്ചികമായി വഴിതെറ്റിയ മേഖലയിലേക്ക് കടന്നു വന്നതാണ്. എന്തായിരുന്നാലും ഈ സമയത്ത് കേരളത്തിലെ അത്യാവശ്യം എല്ലാ മുക്കിലും മൂലയിലുമൊക്കെ സ്വന്തമായിട്ട് ബ്യൂറോയോ സ്വന്തമായിട്ട് ശമ്പളം കൊടുത്തിട്ടുള്ള ലേഖകരോ പ്രാദേശിക റിപ്പോർട്ടർമാർ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം പല വിവരങ്ങളും അറിയാനുള്ള ഒരു സോഴ്സ്, വ്യക്തിപരമായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഈ മേഖലയിലെത്തിയ കുറഞ്ഞ കാലഘട്ടങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയെന്നത് എൻ്റെ മിടുക്കായിട്ട് ഞാൻ കാണുന്നില്ല. എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയത്തിനകത്ത് മാനുഷികമായ ഒരു അംശമുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ധാർമ്മികമായ ബോധത്തോടു കൂടിയിട്ട് ഇടപെടുന്നു എന്ന് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് പേരെങ്കിലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വിവിധ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തഗതികൾക്ക് അതീതമായി സങ്കുചിത ബോധമില്ലാത്ത മനുഷ്യർ, ഒരുപക്ഷെ അവരുടെ ഇന്നർ പൊളിറ്റിക്സ്, അവരുടെ മതത്തിനകത്തെ അല്ലെങ്കിൽ സമുദായങ്ങൾക്കകത്തെ വിവരങ്ങൾ ഒക്കെ എനിക്ക് പകർന്നു തരാനും നാട്ടിലുണ്ടാവുന്ന അല്ലാത്ത പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ പലരും ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എനിക്ക് തരാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം സോഴ്സ് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്താറില്ല എന്നതാണ് ആ ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, രാഹുലിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പല കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. നാളെ സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ ആ സമയത്ത് സംസാരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. തൽക്കാലം ഞാൻ ഒരാളിങ്ങനെ ഓടി നടന്ന് കല്ലെറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഒന്ന് മൗനം പാലിക്കുകയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവിയുടെ ചില നിലപാടുകളും ശ്രീനാദേവി കോൺഗ്രസിലേക്ക് പോകുന്നു എന്നും ഞാൻ ഏകദേശം 1.5 മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാണ്. അവരെനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അവരെനിക്കെതിരെ നിരന്തരമായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടൊക്കെയുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, അവിവാഹിതയാണ്, വളരെ ചെറുപ്പത്തിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി. ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ അതും പറഞ്ഞിരുന്നു. ഇപ്പം എന്തായിരുന്നാലും അവർ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും CPIയുടെ മെമ്പറാണ്, CPIയിലെ പ്രാഥമിക അംഗത്വവും ഒക്കെ രാജിവെച്ചു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടു. ആദ്യം ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നുള്ള ആലോചിക്കുക. ഇവർ പത്തനംതിട്ട ജില്ലയിലെ രാഹുലിൻ്റെ തന്നെ സ്വദേശമായിട്ടുള്ള അടൂരിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ആ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പം അവർ ആഗസ്റ്റ് 31 ഒരു പോസ്റ്റ് ഇടുകയാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ, ഇതാണ് ആഗസ്റ്റ് 31 അവരിട്ടിട്ടുള്ള പോസ്റ്റ്. ആ പോസ്റ്റ് സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി ഞാൻ വായിച്ചു തരികയാണ്. ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്, ഞാൻ ശ്രീനാദേവി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ്. അതായത് രാഹുൽ ഉൾപ്പെടെയുള്ളവരുടെ ഒരു പക്ഷേ വോട്ട് കിട്ടിയിട്ടാവാം അവർ ജയിച്ചിട്ടുണ്ടാകുക എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ച എന്നോട്, പേടിക്കണ്ട, മൊത്തത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് എന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു. ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടതായി പറഞ്ഞു. പരാതിയുള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞു. എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ്. അത് നേരിട്ട് വെച്ചാൽ മതിയായിരുന്നു. ആരാണ്, ഏതാണ്, എന്താണ്, ഏത് മാധ്യമമാണ്, ഏത് മാധ്യമപ്രവർത്തകയാണ് ഒന്നും പറയണില്ല. വെറുതെ ഒരു ചുമ്മാ ഒരു സാധനം, ഒരു ഗ്യാസ് കിട്ടുക മാതിരി വേണം. എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച്? എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ല. അത് അവരോടൊന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങൾ കാണിക്കുന്നത് തെമ്മാടിത്തരമാണ്, ഇത് മാധ്യമപ്രവർത്തനമല്ല എന്നുള്ളത് അങ്ങനെ വിളിച്ചെങ്കിൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്കിരുന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് ഇരയെന്ന് കേൾക്കുന്നു. നിങ്ങൾ ഇരയാണ്, ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രെഡേറ്ററായി മാറരുത്. 24/7 വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെയൊരു ഉത്തരവാദിത്വം നൽകിയത്? പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന് ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം.
പോലീസ് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പരാതി കൊടുക്കണ്ടേ? എന്നെ ഇങ്ങനെ വിളിച്ചു, എന്നെ ഇന്ന മാധ്യമത്തിൽ ഇന്ന മാധ്യമ പ്രവർത്തക എന്നെ വിളിച്ച് എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ളത് കൊടുത്തിട്ട് പരാതി കൊടുത്താലല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവരെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കേസെടുക്കാൻ പറ്റുമോ? എന്ത് ലോജിക്കാണ് ഇത് ഈ പറയുന്നതിലുള്ളത് എന്നുള്ളതാണ്. കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ച് നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത്. ഇത്ര മനോഹരമായിട്ടുള്ള ഭാഷ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ശ്രീനാദേവി എന്ന് പൊതുവെ ആരും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിയമത്തിന് മുമ്പിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുമ്പിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമപ്രവർത്തക സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു. അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ? എൻ്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിനെ ആ മാധ്യമപ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ കൂടെ എന്ന് പറയാമായിരുന്നില്ലേ? ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ? ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്ത് നൽകാമായിരുന്നില്ലേ? നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ? എൻ്റെ പിന്നാലെ വന്ന നേരത്തിൻ്റെ നാമമാത്ര സമയം മതിയായിരുന്നുവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അനീതിയുടെ കോടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞപ്പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുന്നതല്ല. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ജെനുവിൻ പരാതി ഉള്ളവർ മുന്നോട്ട് വരട്ടെ, വാർത്തകൾ സൃഷ്ടിക്കട്ടെ. അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമപ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല. പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം. നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ഇത്തരത്തിലുള്ള മാധ്യമപ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താല്പര്യ അജണ്ടകൾക്ക് നമ്മൾ ഓരോരുത്തരും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും. പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ക്രിമിനൽ നെറ്റ്വർക്ക് മാധ്യമധർമ്മമല്ല, മര്യാദയല്ല എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോയും വെച്ചിട്ടാണ് പോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പ് എയർ ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വിഷയം കാണിച്ച് ഞാൻ പറഞ്ഞു ഇവർ കോൺഗ്രസുമായിട്ടുള്ള ഡീലിങ്ങിലേക്ക് പോവുകയാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AP ജയനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുക, ആ സഖാവിനെ മൂലക്കിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ കോൺഗ്രസിൽ ഇവർക്ക് നല്ല ഓഫറുകൾ കൊടുക്കാം എന്ന രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുമുള്ള ഞാൻ രാഹുലിനെ പറയുന്നില്ല, എന്തായാലും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ആ രീതിയിലുള്ള ഒരു ഡീലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അതിപ്പോൾ കൊട്ടാരക്കര ഇവർ ശരിക്കും കൊട്ടാരക്കരയിലാണ് വോട്ടർ ആവേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ അവർക്ക് അതിനുള്ള സംവിധാനമൊക്കെ ഒരുക്കി അവർ ഇവിടുത്തെ വോട്ടറാണ്. അവരത് കഴിഞ്ഞിട്ട് ഞാൻ അവർക്കെതിരായിട്ടൊരു സ്റ്റോറി ചെയ്തതിന് ശേഷം അവർ പിന്നീടൊരു പോസ്റ്റ് ഇട്ടു. ഇതാണ് അതിൽ ഈ ഭാഗത്താണ് രാജൻ ജോസഫ് എന്ന് പറഞ്ഞു വരുന്നത്. രാജൻ ജോസഫ് അത് 25 സെപ്റ്റംബറിനായിട്ടിരിക്കുന്ന കുറേ ദിവസങ്ങൾക്ക് ശേഷം. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഗസ്റ്റ് 31 ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകൻ എന്നെ ഫോണിൽ വിളിച്ച് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ തെറ്റായ പ്രവണതയെക്കുറിച്ചും അത് ഇപ്പോഴും വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, രാഹുലിനെ വിട്ടേക്ക്, അതെനിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ടിനെക്കുറിച്ചും ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അത് സംബന്ധിച്ച് രാജൻ ജോസഫ് എന്ന പേരിലുള്ള ഒരു യൂട്യൂബർ സെപ്റ്റംബർ 22 അയാളുടെ യൂട്യൂബ് ചാനലിൽ എനിക്കെതിരെ 47 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ചെയ്തിരിക്കുന്നതായി കണ്ടു. എന്നെ വ്യക്തിപരമായി ഏറെ അപമാനിക്കുന്ന തരത്തിൽ ഇയാൾ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയും ഗുരുതരമായ വ്യാജ ആരോപണങ്ങൾക്കെതിരെയും സ്ത്രീത്വത്തെ അപമാനിച്ചതിനെതിരെയും മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി ഇമെയിൽ ചെയ്തു. ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ നേരിൽ കണ്ട് പരാതി നൽകി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ആത്മാഭിമാന സംരക്ഷണത്തിനും മുൻഗണന നൽകുന്ന നിലപാടാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെയും സാമൂഹിക പ്രവർത്തകരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അനേകമുണ്ട്. CPI, CPM, കോൺഗ്രസ് നേതൃനിരയെല്ലാം മാറി നിന്നാൽ
താൻ എല്ലാ പാർട്ടികളുടെയും തലപ്പത്തെത്താൻ യോഗ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന അരോചകമായ കാഴ്ച ഇയാളുടെ വാളിൽ ഉടനീളം കാണാം. CPM, CPI, BJP, ലീഗ്, കോൺഗ്രസ് എല്ലാ പാർട്ടിയും കക്ഷി രാഷ്ട്രീയ പരിഗണനയില്ലാതെ തെറ്റുകൾ കാണുമ്പോൾ വിമർശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ വിലക്കെടുത്തു, ഞാൻ ചില പാർട്ടിക്കാരുടെ നാവായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പം എന്നെ ആകെ പിന്നെ കമ്മിയായിട്ട് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയ PR വർക്ക് ചുമതലപ്പെടുത്തിയ ആളാണ്. നികേഷ് കുമാറിൻ്റെയും അരുൺകുമാറിൻ്റെയും ഒക്കെ പോലെ എന്നെയും അതിന് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, എന്നെ വിലക്കെടുത്തിരിക്കുകയാണ് എന്ന് ആരോപിക്കുന്നവർക്ക് ശ്രീനാദേവി തന്നെ കൃത്യമായിട്ട് മറുപടി പറയുന്നു. ഇയാൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരെ വിമർശിക്കുന്നു എന്ന് പറയുമ്പം അതെനിക്ക് കിട്ടുന്ന എൻ്റെ ക്രെഡിബിലിറ്റിക്ക് കിട്ടുന്ന അംഗീകാരമായിട്ട് സർട്ടിഫിക്കറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ തല എവിടെയും പണയം വെച്ചിട്ടില്ല എന്നും ഞാൻ നിർഭയമായി കാര്യങ്ങൾ പറയുന്ന ആളാണെന്നുള്ളതും അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതൃനിരയിൽ ആരെങ്കിലും ഇയാളെക്കുറിച്ചൊന്ന് പരാമർശിച്ചിരുന്നു എങ്കിൽ ആ കെയർ ഓഫിൽ പ്രശസ്തനാകാൻ തനിക്ക് സാധിച്ചേനെ എന്നാണ് ഇയാൾ മനസ്സിൽ കാണുന്നതെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് ഉൾപ്പെടെ പല പാർട്ടിയുടെയും പല നേതാക്കന്മാരുമായിട്ടും വളരെ അടുത്ത സൗഹൃദവും വ്യക്തിബന്ധവും വെച്ചു പുലർത്തുന്ന ആളാണ് ഞാൻ. അവരെന്നെക്കുറിച്ചും ഞാൻ അവരെക്കുറിച്ചും ആ സൗഹൃദത്തിൻ്റെ പേരിൽ പരാമർശിക്കാതിരിക്കുന്നതിൻ്റെ കാരണം വേറെയാണ്. വിമർശനങ്ങളൊക്കെ പരസ്യമായിട്ട് ചിലപ്പോൾ അവരും ഞാനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തിയിട്ടുണ്ടാവും. വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം അത് വളരെ വിശ്വസ്തമായിട്ടുള്ളൊരു ആ വിശ്വസനീയത പരസ്പരം സൂക്ഷിച്ചുകൊണ്ട്, കാരണം ഞാൻ പറയുന്നൊരു കാര്യം അവർ വേറെവിടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വഭാവം ഞാൻ പുറത്തെടുക്കും. അവരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ എടുക്കുക. പിന്നെ എന്നെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് പറയില്ലേ. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെ ഇവർ പിന്നെ ഇവർക്കെതിരെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ വഴികൾ കണ്ടെത്തും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഭയങ്കര സാഹിത്യത്തിലൊക്കെ രാജനെ പിന്നെ നിങ്ങളെ ഞാൻ പിന്നെ അങ്ങനാക്കും, നിങ്ങൾ എനിക്കെതിരെയുള്ള ആരോപണം എന്തെങ്കിലും തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് ഞാൻ നിങ്ങളെ ഫുൾ നെയിം വിളിക്കും, അതുവരെ നിങ്ങളെ രാജനെന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നീണ്ട എഴുതാം. ഞാൻ പറയട്ടെ, ഇത്രയും വലിയ സാഹിത്യ ഭാഷയിൽ എഴുതിയിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണം അവിവാഹിതയാണ്, എല്ലാ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ പിന്നെ പറയുകയാണ്. എനിക്കുണ്ട് എൻ്റെ അനിയത്തിമാർ പറയുകയാണ്, ഞാൻ അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആരോപണം ശരിവെക്കുന്ന രീതിയിലല്ലേ അവർ നീങ്ങുന്നത്. ഞാൻ പറഞ്ഞു അവരുടെ ലക്ഷ്യം വേറെയാണ്, കൊട്ടാരക്കര സീറ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നിട്ടില്ല, നടക്കാൻ പോണില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം അവരുടെ ഡിവിഷൻ വീണ്ടും വനിതാ സംവരണമാണ്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യതയിലായിരിക്കാൻ നീങ്ങുന്നത്. ഒരു പക്ഷേ ഇന്നോ നാളെയോ ആയിട്ട്, ഇന്നിപ്പോൾ ഈ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സമയത്തോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് അവർ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പിലേക്ക് ഒരു പക്ഷേ ജെബി മേത്തറുടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങിയിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പോകാനുള്ള സാധ്യത വരെ ഞാൻ മുന്നിൽ കാണുകയാണ്. അല്ലെങ്കിൽ ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് അവരുടെ വഴി കോൺഗ്രസിലേക്കാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു, എനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതിലും ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഈ പോസ്റ്റിലിപ്പോൾ ഫോട്ടോ ഇടുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ മഹാസംഭവമാണെന്ന് കാണിക്കാനാണോന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കെതിരെ ചില വാർത്തകൾ വന്നിരുന്നു. ആ വാർത്തകളെക്കുറിച്ച് ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല, നല്ല സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് ഇവർ ഓക്കെ, അത് 23 മണിക്കൂർ മുമ്പ്, അതായത് ഒരു ദിവസമായിട്ടില്ല, ഇന്നലെ ഇട്ടിട്ടുള്ളതാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ 23 മണിക്കൂർ മുമ്പ്. ഇപ്പം ഇന്ന് 4-ാം തീയതി ഉച്ചയ്ക്ക് 2:40 23 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അതായത് ഇന്നലെ ഒരു പിന്നെ 3 മണിക്ക് ശേഷം ഇട്ടിട്ടുള്ള പോസ്റ്റാണ്. പ്രിയ സഖാക്കളെ, പള്ളിക്കല്ലിലെ പ്രിയപ്പെട്ടവരെ, എന്നെ ഇങ്ങനെ വിജയിപ്പിച്ചു. അതിന് ഞാൻ പിന്നെ കടപ്പെട്ടും ഉത്തരവാദിത്വത്തോടും കൂടിയിട്ട് ഞാൻ പ്രവർത്തിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട്. ഇവരെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ഇവർക്ക് കിട്ടാതിരുന്നതിൻ്റെ പേരിലാണ് ഇവർക്ക് പിന്നെ പാർട്ടിക്കകത്തെ പല നേതാക്കന്മാർക്കും എതിരെ ദുരാരോപണം ഉന്നയിച്ചതെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം. ഇപ്പോൾ ആദ്യമായിട്ട് ജില്ലാ പഞ്ചായത്തേക്ക് മത്സരിച്ച് ജയിച്ചതാ. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളതാ പ്രശ്നം. ഓക്കെ, ഇന്ന് ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ 5 വർഷം പൂർത്തിയാക്കാൻ 1 മാസം മാത്രം അവശേഷിക്കെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്.
5 മാസം എന്ന് പറയുമ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 60 മാസത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ 59 മാസം എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അലവൻസും എല്ലാം പറ്റിയതിന് ശേഷം 1 മാസം ബാക്കി നിൽക്കുമ്പോൾ രാജിവെക്കുന്ന വലിയ ത്യാഗമാണ് അവർ സഹിച്ചത്. ആ ത്യാഗത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഏത് 60 മാസമാണ് മൊത്തം കാലാവധി. 59 മാസം അലവൻസും സിറ്റിംഗ് ഫീസും എല്ലാം മേടിച്ച് അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയതിന് ശേഷം 1 മാസം മുമ്പേ ആ സ്ഥാനം വലിച്ചെറിയാൻ കാണിച്ച പുല്ലുവില ആ സ്ഥാനത്തിന് നൽകിക്കൊണ്ട് വലിച്ചെറിയാൻ കാണിച്ച ആ മഹാത്യാഗത്തിൻ്റെ ആ ത്യാഗ മനസ്ഥിതിയുടെ മുമ്പിൽ നമിക്കുകയാണ് ഞാൻ. നിലവിലെ AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഞാൻ ആ സ്ഥാനം കൂടി രാജിവെക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിൽ കണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു. ഓക്കെ. എനിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് നിഷേധിച്ചപ്പോഴും AIYF സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും 2025 ജനുവരി 31 രാത്രി 11 മണിക്ക് പുറത്താക്കിയപ്പോഴും അല്ലാത്തൊരു പാർട്ടിയാണ് പൊതുവെ അതിനകത്ത് AIYF സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് യുവജന സംഘടനയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുറത്താക്കുമോ? അതിന് കാരണം കൂടി പറ. പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും പൊതുപരിപാടികളിൽ അനൗദ്യോഗികമായ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ അവമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഓക്കെ. ഒരു ജില്ലാ പഞ്ചായത്ത് അംഗമാകുന്നത് വരെ ഒരു വ്യക്തിപരമായ ക്രിമിനൽ കേസുകളിലും പ്രതിയാകാതിരുന്ന എന്നെ പിന്നീട് ഇങ്ങോട്ട് അപസർപ്പക കഥകൾ പോലെ ഭാവനാത്മകമായി എഴുതിയ FIR കഥകളിൽ കുരുക്കി ക്രിമിനലാക്കി ചിത്രീകരിച്ചപ്പോഴും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നത്. അവർക്കെതിരായിട്ടുള്ള നാട്ടുകാരുടെ ആരോപണം, അവരിപ്പോൾ പോകാൻ തയ്യാറായിട്ട് ഇരിക്കുന്ന കോൺഗ്രസിൻ്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഇതിനു മുമ്പ് അവതരിപ്പിച്ചതാണ് 2 മാസം മുമ്പ്. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നു. അത് മാത്രമല്ല, പിന്നെ എനിക്കെതിരെ വന്നിട്ടുള്ള വാർത്തകളുണ്ടായിരുന്നു. ആ വാർത്തകളുടെയും കൂടി എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനൊന്ന് നോക്കാം. ഇല്ല, അത് നിൽക്കട്ടെ, ഇവിടെയല്ല. എനിക്കെതിരെ കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേപ്പറിൽ വാർത്ത വന്നിരുന്നു. ആ പേപ്പർ ഇവിടുത്തെ എഡിഷനിൽ വന്നിട്ടില്ല, കൊച്ചി എഡിഷനിൽ. അവിടെ വന്നത് എനിക്ക് ആൾക്കാർ അയച്ചു വന്നിരുന്നു. മനോരമ ന്യൂസിൽ വന്നിട്ടുള്ള വാർത്ത. ജില്ലാ പഞ്ചായത്ത് അംഗമായ CPI വനിതാ നേതാവിന്റെ പരാതിയിൽ യൂട്യൂബർക്കെതിരെ കേസ്. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പരാതിയിലാണ് യൂട്യൂബർ രാജൻ ജോസഫിനെതിരെ. മനോരമ ന്യൂസിലാണ്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ടൈറ്റിൽ കൃത്യമായിട്ട് വായിക്കാമല്ലോ. അധികം പേര് കണ്ടിട്ടില്ല, 2681 പേരെ കണ്ടിട്ടുള്ളൂ. ഓക്കെ. അത് നെറ്റ് സ്ലോ ആയതുകൊണ്ട് കാണുന്നില്ല. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായില്ല. കോൺഗ്രസിൻ്റെ വഴിയാണ് ഇവർ പോകുന്നത്. ഇവർ CPIയോട് കടപ്പാടില്ല. CPIയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതിൻ്റെ പ്രതിഷേധമുണ്ട്. ഇവരും ആഗ്രഹിച്ചൊന്നും നടന്നില്ല, സ്വപ്നങ്ങളൊന്നും നടന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ഉറച്ചു നിൽക്കുകയാണ്. അതിനിയും ഉറച്ചു തന്നെ നിൽക്കാനാണ് തീരുമാനം. ഞാൻ അവരെ ഒരു സ്ത്രീ എന്ന രീതിയിൽ മോശപ്പെട്ട അർത്ഥത്തിലൊന്നും ഞാൻ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. കേസ് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. കേസ് അതിൻ്റെ വഴിക്ക് പോകട്ടെ. കേസിൻ്റെതായ രീതിയിൽ അഭിമുഖീകരിക്കാനും അതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് സത്യസന്ധമായി അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും, അത് ഇന്ത്യയിലെ ജുഡീഷ്യറിയിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം, കേരളത്തിലെ പോലീസിൽ എനിക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം അതിൽ നിന്ന് പിന്മാറാതെ നിൽക്കാനൊക്കെ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ ശ്രീനാദേവി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാഷ്ട്രീയത്തിൽ നേരും നെറിയും വേണം. ശ്രീനാദേവിക്ക് ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ശ്രീനാദേവിയെ വിളിച്ച മാധ്യമ പ്രവർത്തക ആര്, അവർ പറഞ്ഞത് എന്തൊക്കെയാണ്, അവരുടെ പേരെന്ത്, ഏത് ചാനൽ, അതവർ പറയട്ടെ വ്യക്തമായിട്ട്. അത് പറയണില്ല. അല്ലാതെ ആരെയെങ്കിലും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കരാറെടുത്തതാണ്. ആ കരാറെടുത്തതിൻ്റെ ഭാഗമായിട്ട്, വെളുപ്പിച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യുപകാരമായി ചില സ്ഥാനങ്ങൾ ഇപ്പുറത്തേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ശരിയായി വരുന്ന ഈ സാഹചര്യത്തിൽ
ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ അവരിപ്പം വീണ്ടും അവിടെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു പക്ഷേ നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനമെങ്കിലും കിട്ടുകയും ഒക്കെ ചെയ്യുമെന്ന ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ടും നടക്കാൻ പോകുന്നില്ല. ആ ഡിവിഷനിൽ അവർ പള്ളിക്കര എന്നാണ് മറ്റേ ഡിവിഷൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ ഡിവിഷനിൽ അവർ വീണ്ടും മത്സരിച്ചാൽ എതിർപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വല്ലാതെ മേലനങ്ങാതെ, വല്ലാതെ പിന്നെ വീട് കയറി ചെരുപ്പ് തേയാതെ വെറുതെ വോട്ടിംഗ് സ്ലിപ്പ് മാത്രം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് ജയിച്ചു പോരാൻ പറ്റുന്നൊരു സ്ഥിതിയുണ്ട്. കാരണം 5 വർഷം കൊണ്ട് ഈ ചെറുപ്പക്കാരി, നല്ല ഭാവിയുണ്ടായിരുന്നു ചെറുപ്പക്കാരി, കയ്യിലിരിപ്പ് കൊണ്ട് അവരുടെ ജനപ്രീതി, പിന്നെ അവർക്കെതിരായിട്ട് ജനവികാരം ശക്തമാണ്. അപ്പോൾ അവരിനിപ്പോൾ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പോയി നിന്നിട്ടും കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും മുന്നോട്ടുള്ള വഴിയിൽ എങ്കിലും അവർ സ്വയം തിരുത്തി ശരിയുടെ മാർഗത്തിലൂടെ ഏറ്റവും അവസാനം എൻഡ് ഓഫ് ദ ഡേ കിടന്നുറങ്ങാൻ നേരത്ത് അവനവനെങ്കിലും ബോധ്യപ്പെടുത്താൻ കിട്ടണം. ഞാൻ വന്ന് പിന്നെ മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിയണം. അതിനവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവരുടെ പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അവർ നിൽക്കുമ്പോൾ കോൺഗ്രസിലും മഹിളാ കോൺഗ്രസിലും ഒക്കെ ഉന്നത പദവികളിലെത്താനും പ്രിയങ്ക ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ദീപാദാസ് മുൻഷിയെയും ഒക്കെ പോലെ തന്നെ കേരളത്തിൽ നിന്നും പിന്നെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വനിതാ നേതാവായിട്ട് അവർ മാറട്ടെ. ഷാനിമോൾ ഉസ്മാനേക്കാളും ബിന്ദു കൃഷ്ണയേക്കാളും ശൈലജ ടീച്ചറേക്കാളും ഒക്കെ ഉയർന്ന ഉന്നതിയിലെത്താൻ പറ്റുന്ന, കാരണം ചെറിയ പ്രായമാണ്, അതിനുള്ള അവസരങ്ങൾ അവർക്ക് സർവേശ്വരൻ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലാൽ സലാം.